ദേവി, ദേവി, ഇവളിത് എവിടെ പോയി കിടക്കുന്നു? കൃഷ്ണ ഗോവിന്ദ. നിന്നോട് പറഞ്ഞതല്ലേ നേരം വിളിച്ചാമ്പോ പൂജാമുറി കയറരുതെന്ന്. ഓ, എന്നെ മേപ്പെട്ട് കെട്ടിയെടുക്കാനായിരിക്കും നിന്ന് പ്രാർത്ഥിക്കുന്നത്. അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുമ്പോഴാ അവളുടെ ഒരു പ്രാർത്ഥന. അതൊക്കെ ഞാൻ ചെയ്യുന്നു വിചാരിച്ചിട്ടാ? അമ്മ, അടുക്കളയിലെ എല്ലാ പണിയും തീർത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. വാടി ഇവിടെ. അയ്യോ, എനിക്കുണ്ട് താറുതല് പറയുന്നോടി. ഇനി മേലാൽ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കരുത്. ഇവിടെ വന്ന് കരയാ? ഇതൊക്കെ ചെയ്യാൻ പണിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്താ പറ്റി? പുലർച്ചെ എല്ലാ പണികളും ചെയ്തു വെച്ചിട്ടാ ഞാൻ പൂജാമുറിയിലേക്ക് പ്രാർത്ഥിക്കാൻ കയറിയത്. ഓ, എന്നെ പറ്റി പറഞ്ഞു കൊടുക്ക ഇവനോട് അല്ലേ? ദാ ചന്ദ്ര, നിനക്ക് പോവാറായില്ലേ? ഇവളുടെ കിന്നാരം കേട്ട് നിൽക്കാതെ പോവാൻ നോക്കടാ. അമ്മേ, ചായ. എടി ദേവിയേ, അവന് ചായ എടുത്തു കൊടുക്ക്. ചായ. ദേവിയേ, കഴിക്കാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവാ. അകത്തേക്ക് എന്തെങ്കിലും ചെല്ലണമെങ്കിൽ ഞാൻ വേണം. ചീത്ത മുഴുവൻ എനിക്കും. നിന്നോടാരെ പിരിക്കാൻ പറഞ്ഞത്? വീട്ടുകാര് കഴിഞ്ഞിട്ട് മതി അടുക്കളക്കാര്. അവളുടെ ഒരു പോക്ക് കണ്ടില്ലേ? ചന്ദ്രട്ടോ, ശങ്കര, എവിടെ? ആളിപ്പോ വരും. ശങ്കര, കൊറേ നേരമായി വന്നിട്ട്. ഇവിടെ ഭയങ്കര വഴുക്കല. ഇവിടെ എവിടെ? ദേവി എവിടെ? അമ്മേ, എന്നാ ഞാൻ പോവാ. ഡൈ ചെയ്തിരിക്കല്ലേ? മക്കളെ മുടിയൊക്കെ നരച്ചു തുടങ്ങിട്ടോ. ശങ്കര, ആ ശാരദയും മറ്റേ അവളും വരാ പറഞ്ഞിട്ട് എന്തായി? അത് നാളേക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യാം, മറ്റേ എന്താ ബ്രോ ഇതില്ലേ ആളെ കൊടുക്കണേ, ആ ബംഗാളികളെ ആരെ കൊണ്ടെങ്കിലും ഒന്ന് വിളിച്ചിട്ട്. ബംഗാളികളൊക്കെ വന്ന പണി നന്നാവില്ല.
അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കാലം ചെത്തി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ചോക്കട്ടെ, ഇന്ന് വൈകുന്നേരത്ത് ഒന്നും കൂടി അവിടെ പോകുമ്പോഴേ കാണുമ്പോ. ചന്ദ്രേട്ടാ, ആ ഹരീഷേ, ദാസേട്ടൻ പോയിട്ടില്ലല്ലോ. ഇല്ല, അവതാ പോയിട്ടില്ല. വരുന്നു. ആ ആ എവിടെ ഹരീഷേ കളി? അറിയില്ല, ദാസേട്ടനെ അറിയുള്ളൂ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലൊക്കെ ആവും. ഇന്ന് എവിടെയാടാ പരിപാടി? ഇന്ന് കാവുംപാട്ടാണ്. കാവുംപാട്ടോ? ആ നേരത്തെ വരില്ലേ? നേരത്തെ വരും. കാവുംപാട്ട് എന്താ വീട്ടിലേക്കൊന്നും കാണാത്ത നിന്നെ? നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള മനുഷ്യനല്ലേ. എന്ത് തിരക്കടാ. എന്നാ പോവാ. എന്നാ ശരി. പോയിട്ടോ. ചന്ദ്രേട്ടൻ ഇപ്പോഴും ദാസൻ കുട്ടിയാ. അതല്ല, അവനും ഞാനും തമ്മിൽ 1.5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ മുതൽ അവനെ അച്ഛനും ചേട്ടനും ഒക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളൊരു കാർന്നൊരു സെറ്റപ്പാ. എവിടേക്കാ? അമ്പലത്തിലേക്കാ? ആ അതെ ചേച്ചിയെ. അച്ഛാ, ഞങ്ങൾ ദേവേച്ചിയോടൊപ്പം അമ്പലത്തിൽ പോവാട്ടോ. ആ ഉണ്ണിമോളെ, അവിടെ ചെന്നിട്ട് തുള്ളിച്ചാടാൻ നിൽക്കണ്ട. ആ സരസ്വതിയമ്മയുടെ സ്വഭാവം അറിയാലോ. ദേവേച്ചി, ആ അവളൊരു പോക്ക്. ഓ, സിനിമ നടിയാന്ന വിചാരം. ചുരിദാർ ഇട്ടിട്ടെ. ശരി. വേഗം നടക്ക്, ഇല്ലെങ്കിൽ അമ്മ ചീത്ത പറയും. എന്നിട്ടെന്താ, അവിടെ പോയി പട്ടിയെ പോലെ പണിയെടുക്കാനാണോ? ചേച്ചിയെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്താ ചെയ്യാ, അമ്മ പറഞ്ഞതനുസരിക്കല്ലാണ്ട് എനിക്കൊരു വഴിയില്ല. എനിക്ക് പോകാനാണെങ്കിൽ ഒരിടവുമില്ല. അച്ഛന് ശേഷം അമ്മയും കൂടി പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ ചന്ദ്രേട്ടൻ ഇതൊന്നും അറിയണില്ലേ? അറിഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല അയാൾക്ക്. അതിലൊന്നും എനിക്ക് വിഷമമില്ല. എന്തൊക്കെ ചെയ്തു കൊടുത്താലും ചീത്തയാടി മാത്രം ബാക്കി. മരിക്കാനുള്ള ധൈര്യമില്ല തോണ്ട. ചേച്ചി, അതൊക്കെ പോട്ടെ, നേരെ ഒരുപാടായി, നമുക്ക് പോവാം. എന്നാ വെച്ചാ ഞങ്ങള് പോട്ടെ. ആ, ചേച്ചി ഇനി ഒറ്റയ്ക്ക് പോവില്ലേ? ആ ദാസേട്ടാ, എനിക്ക് 2 LED ബൾബ് വേണം, ഗ്യാരണ്ടി ഉള്ളത്. ഏതാണ്ട് ഏതായാലും ഇതാ. ഇന്ന് പരിപാടിയൊന്നുമില്ല ദാസേട്ടാ? ഇന്നുണ്ടായില്ലടാ, ഇന്നലെ ആയിരുന്നു. ഇന്നലെ കാവുംപാട്ടായിരുന്നു. ദാസ, ഇന്ന് പരിപാടിയൊന്നുമില്ലേ? ഇന്നില്ല ഏട്ടാ. ഒരു ഹോൾഡർ വേണേ. ഹോൾഡർ അല്ലേ? ആ എനിക്കൊരു സിന്ദൂരം തൊടാൻ പോലും ഇവിടെ സ്വാതന്ത്ര്യമില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ഡൈൻ ചെയ്ത് നടക്കാൻ ഒരു കുഴപ്പമില്ല. എന്റെ അമ്മയ്ക്ക് ഡൈ ചെയ്ത് നടക്കാൻ ഒരു കുഴപ്പമില്ല. എന്റെ അമ്മയും കൂടെ പറപ്പോളും അവരിനി തെറ്റ് ചെയ്യുകയാണെച്ചെങ്കിലും ഞാൻ അവരെ കൂടെ നിൽക്കുള്ളൂ. ഈ പറ്റിച്ച കേട്ടാ മതി. സരസേച്ചിയെ, ആ, പാലുണ്ടെങ്കിൽ കുറച്ചധികം തരുമോ? ഇന്നെന്താ വിശേഷം? ഇന്ന് മോന്റെ പിറന്നാളാണ്. അമ്മല്ലേ ഇവിടെ? ആ, ഉണ്ടല്ലോ. നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലേ?
ആരെങ്കിലും വന്നാ പരദൂഷണം പറയാൻ ഭയങ്കര കേമിയാ. എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ ഈ പുറത്തുള്ള ആൾക്കാർ വന്ന കൊഞ്ചി കുഴയാൻ പോണ്ടാന്ന്. അതിന്റെ വായിലിരിക്കണ കേൾക്കുന്ന അറിയണല്ലേ, പിന്നെ ഇത് കേൾക്കാൻ പോണോ? മോളെ ഇപ്പൊ തരാം. ഓ, നിന്റെ പൂങ്കണ്ണീര് കാണിച്ച് എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ദാ മോളെ. അതെ ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ. ആ കസരങ്ങ അടുപ്പിച്ചിട്ട്. ആ ഓക്കെ ഓക്കെ. ഒഴിക്കേ. Cheers. Cheers. നാളെ സരസ്വതി ചേച്ചിയുടെ അവിടെ കല്യാണം പറയാൻ പോണം. ഞാനുണ്ട്. എവിടെ കൊടുക്കല്ലേ? എൻ്റെ വണ്ടി പോകാം. ഓക്കെ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇതാ വരുന്നു വണ്ടി കയറി. ആ തള്ളടെ മോന്ത കാണുമ്പോഴാണ് എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തോന്നാത്തത്. നമുക്കേ കാര്യങ്ങൾ നേരിട്ട് പറയണേ. പോരട്ടെ. സർ ചേച്ചിയെ വരൂ, ഇരിക്കും. ചന്ദ്രൻ എവിടെ? ചന്ദ്രേട്ടൻ പറമ്പിലേക്ക് പോയിക്കാം. ഓ, അമ്മല്ലേ അവിടെ? ആ, അമ്മണ്ട് ഇവിടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. അകത്ത് പണി ഉണ്ടായിരുന്നോ? മോളുടെ കല്യാണം ശരിയായിട്ടുണ്ട്. അടുത്ത മാസം 18-ാം തീയതിയാ. 18-ാം തീയതി. ഇറങ്ങല്ലേ? ചായ കുടിച്ചിട്ട് പോവാ. അയ്യോ വേണ്ട, കുറച്ച് തിരക്കണ്ടേ. കൊറേ പറയണ്ടേ. ശരി. എന്നാ ഇറങ്ങട്ടെ. ചായയും വെള്ളമൊന്നും വേണ്ട, തള്ളടന്ന് അല്പണ്ട് കഴിച്ചിലായ മതി. അല്ല പിന്നെ. ഓ, കേട്ടില്ലമ്മ ഇവിടെ വന്ന് കിടന്നുറങ്ങ. ചന്ദ്രൻ വരാറായി. അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്ക്. ദാസനല്ലേ ആ വരുന്നു. അവിടേക്ക് ഞാൻ അങ്ങോട്ട് വരാം. ഞങ്ങള് വീട്ടിൽ വന്നിരുന്നു. ആ, മോളുടെ കല്യാണാണേ 18-ാം തീയതി. അമ്മ പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. എന്നാ വരുന്നുണ്ടോ? ആ ഓക്കെ.
നിന്നൊന്നും കഴിച്ചില്ലേ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇതൊക്കെ ഉണ്ടാക്കി തന്നെ, എന്നിട്ട് എന്താ നിങ്ങൾ കഴിക്കാൻ? ഞാൻ എനിക്ക് വയറിന് തീരെ സുഖം ഉണ്ടായിരുന്നില്ലേ. നീ അവനെ ചോദ്യം ചെയ്യാനൊന്നും നോക്കണ്ട. അവന് വേണമെങ്കിൽ അവൻ കഴിച്ചോളൂ. അതെങ്ങനെയാ? വായിക്ക് രുചിയുള്ള വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ അറിയോ? ഭർത്താവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ അമ്മേ? ഓ, അവളുടെ ഒരു കടമ. നീ എന്നെ ഭരിക്കാൻ നോക്കണ്ട. കേൾക്കണ്ടത് കേട്ടപ്പോൾ സമാധാനമായില്ലേ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ വയറിന് സുഖമില്ല എൻ്റെ. അമ്മേ, ഞങ്ങളൊന്ന് പോയിട്ട് വരാട്ടോ. എവിടേക്കാ? അമ്മോട് നീ പറഞ്ഞില്ലേ? അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ പോണ കാര്യം. അപ്പൊ നീ ഇന്ന് ഒരുങ്ങണതിന്റെ മുന്നേ അമ്മോട് ചോദിച്ചോ? അത് ചോദിച്ചിട്ടില്ലേ? എന്നാ പിന്നെ കല്യാണത്തിന് പോണ്ട, ഇങ്ങോട്ടും പോണ്ട. എന്തൊരു കഷ്ടത. ഇവിടത്തെ രീതികളൊന്നും നീ മാറ്റാൻ നോക്കണ്ട. എവിടേക്കാൻ തോട്ടെ രാവിലെ തന്നെ? ആ, ഞാൻ ഷട്ടിൽ കയറാം. ദാസാ, ഏട്ടനോ? ചന്ദ്രേട്ടൻ നേരത്തെ പോന്നല്ലോ. ദാസ ഒന്നിങ്ങോട്ട് വാ. നീ വെറുതെ ബഹളം വെക്കരുത്. നീ വേണം ഇവരൊക്കെ സമാധാനിപ്പിക്കാൻ. ഏട്ടന് ചെറുതായിട്ടൊന്ന് വിഷം കണ്ടിട്ടുണ്ട്. വിഷവേദൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മാഷേ, ഇതാ ഞാൻ പറഞ്ഞത്, ബഹളം വയ്ക്കരുതെന്ന്. അമ്മേ, ഞാൻ ഇപ്പൊ വരാട്ടോ. പോയി 1000-1 ഈ സൈസ്. ഞാൻ പഠിച്ച പണി 18 നോക്കി, രക്ഷയില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. വിളങ്ങി നിന്നോര താരജ്യോതിസേ മംഗളപ്രണാമം. ഓർമ്മകൾ കടലെടുക്കുന്നൊരു വേളയിൽ പഞ്ചഭൂതങ്ങൾ കവിസായി മാറുക. കൂടെ നടത്തിയ ജന്മങ്ങൾക്കൊക്കെയും ആത്മസുഗന്ധമായി നീ പടർന്നിടുക. കണ്ണീരുപ്പു കലർന്നൊരു ജീവിതം മണ്ണിലലിഞ്ഞു വിഭൂതിയാകുമ്പോഴും. കണ്ണീരുപ്പു കലർന്നൊരു ജീവിതം മണ്ണിലലിഞ്ഞു വിഭൂതിയാകുമ്പോഴും. കൊണ്ടുപോവല്ലേ? എന്നാ പോയി കുളിച്ചു വാ. വൈദ്യരെ, എന്താ ചെയ്യല്ലേ, ഓരോരോ വിധി. അല്ല എന്താ, എന്നെ കൊണ്ട് പറ്റണ മാതിരി പരമാവധി ഞാൻ നോക്കി. എന്താ ചെയ്യ?
നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനമൊന്നും അല്ല മാഷേ. ജീവിതത്തിലേ ഉള്ളൂ. എനിക്ക് ആരുള്ള പിടയുന്ന പ്രാണനിൽ ചേർത്തു പിടിച്ചൊരു മൺചിരാതായി നീ പൂത്തു നിന്നിടുക. പ്രളയസമാധിയിൽ മുങ്ങി നീ വരുമ്പോഴും പിന്തുടരുകയാണെന്നു മാ പിൻവിളി. പ്രളയസമാധിയിൽ മുങ്ങി നീ വരുമ്പോഴും പിന്തുടരുകയാണെന്നു മാ പിൻവിളി. ഇനിയിപ്പോൾ അവിടെ പോയി അമ്മ എന്താ പറയാന്നറിയില്ല. വാ. അതെ സരസ്വതി അമ്മേ. ആ മാഷേ വരൂ. ആ ദാസാ ഇരിക്കൂ. ദാസാ അമ്മ എന്ന് വിളിക്കൂ. സരസ്വതി അമ്മേ, കാര്യങ്ങളൊക്കെ ഇത്തരത്തിലായ സ്ഥിതിക്ക് നമുക്കൊരു നീക്കുപോക്കൊക്കെ ഉണ്ടാക്കണ്ടേ? എന്താ മാഷ് ഉദ്ദേശിക്കണേ? ചന്ദ്രൻ പോയതോടെ ദേവി ഒറ്റയ്ക്കായി. ഈ കുട്ടിക്കാണിച്ചെങ്കിൽ ഇനി പോവാൻ ഒരിടവും ഇല്ല. അതുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ ഇടയിൽ ഒരു നാട്ടടപ്പുണ്ടായിരുന്നല്ലോ. ഏട്ടൻ മരിച്ചാൽ ഏട്ടന്റെ ഭാര്യയെ അനിയന് സ്വീകരിക്കാലോ. അതൊക്കെ പണ്ട്. ഇവനെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നാ ഞാൻ ആഗ്രഹിച്ചേ. അതൊന്നും നടക്കില്ല. സരസ്വതി അമ്മേ, നിങ്ങളിവിടുത്തെ ഗൃഹനാഥ എന്ന നിലയ്ക്ക് ചോദിച്ചൊന്നു മാത്രമേ ഉള്ളൂ. ഇതിന് അഭിപ്രായം പറയേണ്ടത് ദാസനാ. ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്റെ മകൻ ഒരു തീരുമാനമില്ല. അമ്മേ മാഷേ, എനിക്ക് സമ്മതം. അത് നടക്കില്ല. എന്റെ കാര്യം തീരുമാനിക്കട്ടെ ഞാനാ. ഇത്രയും കാലം അമ്മ പറയുന്നത് കേട്ടില്ല ഞാന്. ഈ കാര്യത്തിൽ അമ്മ ഇടപെടണ്ട. മാഷേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് തീരുമാനിച്ചോളൂ. അമ്മേ. സരസ്വതി അമ്മേ, ആ നിലവിളക്കം കിട്ടുണ്ടോ? കുട്ടികളെ അങ്ങോട്ട് സ്വീകരിക്കൂ. ഒരു തവണ കൊടുത്തതിന്റെ ഫലം അനുഭവിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പൊ വിളക്കില്ലാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. മക്കളെ ഇവിടെ വരൂ. നിങ്ങളാ നിലവിളക്കെടുത്ത് തുറന്നിട്ട് ചേച്ചീനെ അങ്ങോട്ട് സ്വീകരിക്കൂ. വരൂ, നീയും വായ. മനസ്സിനെ പാകപ്പെടുത്തി എന്നാണോ എന്നെ സ്വീകരിക്കാൻ തോന്നുന്നത് അതുവരെ ഞാൻ കാത്തിരുന്നോളാം കേട്ടോ.
ഓ എല്ലാം കേട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലേ. എനിക്ക് എന്തായാലും അമ്മേനോടൊരു കാര്യം പറയാനുണ്ട്. ചന്ദ്രേട്ടൻ്റെ കാലത്ത് ഏട്ടത്തിയമ്മനെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്. അന്ന് അവരെനിക്ക് ഏട്ടത്തിയമ്മയായിരുന്നു. എന്നാ ഇന്ന് അവരെൻ്റെ ഭാര്യയാണ്. ഇനി അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാനും കഴിഞ്ഞോണം. പണ്ടത്തെ വേഷം കെട്ടുന്ന എൻ്റെ അടുത്ത് വേണ്ട. ചേട്ടനല്ല ഞാൻ, മനസ്സിലായോ? ഞങ്ങളെ വിളിച്ചതേ എനിക്കൊരു സഹായം വേണം. എന്താടാ? ദേവിനെ എനിക്ക് സ്വന്താക്കണം. അവളിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ പോങ്ങൻ ചന്ദ്രൻ്റെ അവിടെ അവൾ ദുരിതത്തിലാ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ പറ. അവനെ അവസാനം ഞാൻ തൂങ്ങരുത്, പറഞ്ഞേക്കാം. നിങ്ങൾ സേഫായിരിക്കും, ഞാൻ തൂങ്ങിയാലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. എവിടേക്കാ എന്താ രാവിലെ തന്നെ? ആ ഞാൻ ഷട്ടിലേക്കാടാ. ഇയാൾക്ക് നേരത്തെ ഈ ഷർട്ടും മുണ്ടെന്നെ ഉള്ളൂ. വാ നോക്കി വാ. ഇതിനോട് വെക്കണേ. ആ അശോകേട്ടാ, ആ നിങ്ങളെന്താ ഈ വഴിക്ക്? ഞാൻ ആ സുന്ദരനെ നോക്കി പോയതാ. നിങ്ങള് കല്യാണം പറയാൻ വന്ന കാര്യം അമ്മ ആ പറഞ്ഞായിരുന്നു. ഞാൻ വന്നിരുന്നു, അപ്പൊ നീ ഉണ്ടായിരുന്നില്ല അവിടെ. ആ വരൂ. നീ പുറത്തു പോയിന്നാ പറഞ്ഞേ. ആഹാ, നമ്മള് ഏതു നേരം ഈ പാടവും പറമ്പും കേസ് വരും. ഇവിടെ ഇരിക്കാപ്പോ ഒന്ന് നിന്നേ. ഇതേ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നാളെ എനിക്ക് പണിയായിരുന്നു കേട്ടാ. ഒരാൾ അറിഞ്ഞിട്ടില്ല, സേഫാണ്. എന്ത് സേഫ്? നിനക്കത് പറയാം. ഒരു പ്രോബ്ലം പ്രശ്നം ഉണ്ടാകരുത്. സുന്ദര 2 ചായ. ഒന്ന് കട്ട മതിയേ. എനിക്ക് ആദ്യം അറിയായിരുന്നു അത് പുഴയിലായിരുന്നു എന്ന്. ഇവര് മുകളിലൊക്കെ തെരഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? മണ്ണിടിഞ്ഞതല്ലേ. എനിക്ക് നേരത്തെ തന്നെ അറിയാം പോയത് തന്നെയാണെന്ന്. എന്തപ്പോ ചെയ്യാ? എന്റെ വീട്ടുകാരെ ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. ഇപ്പോഴത് തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കഴിക്കാൻ വേണ്ട? ഒന്നും വേണ്ട. എത്ര മണ്ണ വന്ന് വീണെന്നറിയോ? ആലോചിച്ചിട്ട് മനസ്സിലൊരു സുഖം കിട്ടില്ല. പിന്നൊരു കാര്യം അറിഞ്ഞു, ഈ ചന്ദ്രന്റെ അനിയൻ ചെയ്തത് നല്ലൊരു കാര്യ. ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ തോന്നിയില്ലോ. അത് ശരിയാ. അവന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേ? ചന്ദ്രേട്ടനോട് ഒരു തരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ അവൾ തന്നെ സമ്മതിക്കോ? ആ കുട്ടിക്കൊരു ജീവിതം കിട്ടിയതിന് ഇവൻ എന്തിനാ കടന്ന് ചൂടാവണ്? അതിന്റെ എനിക്ക് മനസ്സിലാവത്ത്. എടാ ഇന്ന് നമുക്കേ അവിടെ ഇരിക്കാം. എപ്പോഴും അവിടെ ഇരിക്കുന്നത് ഒരു കാറ്റും കൊള്ളാലോ. വാ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ശരി. ഇത് പിടിച്ചേ, ഇതാ കുടിച്ചോ. ഒന്ന് പിടിക്കടാ. ആ കണ്ണു കാണാനില്ല.
എടാ സുരേ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. ഇനി നീ ഇരുന്നാലേ എനിക്ക് പണിയാവും. നീ ചന്ദ്രന്റെ അടുത്തേക്ക് പൊക്കോ, അതാ നല്ലത്. എനിക്കൊരു കുടുംബം ഉണ്ടടാ, എനിക്ക് സമാധാനം വേണം. മോളെ, പൂജാമുറിയിൽ വിളക്ക് വെക്ക്. ശരി അമ്മ. ദാസനുള്ള ചോറ് അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ അമ്മയ്ക്ക് പുറത്ത് പണിയുണ്ട്. ശരി അമ്മ. അതെ, എന്തേ ഉറങ്ങിയില്ല? ഒന്നുമില്ല. അതെ, അമ്മയ്ക്ക് നല്ല മാറ്റുണ്ട്. പൂജാമുറി എനിക്ക് തുറന്നു തന്നു. എന്നോട് വിളക്ക് വെക്കാനും പറഞ്ഞു. നേരെ ഒരുപാടായില്ലേ, എന്നാ നീ പോയി കിടന്നോ കേട്ടോ. ഞാൻ അവിടെ കിടക്കട്ടെ.